ഹായ്, നമ്മൾ ഹോം മേക്കേഴ്സ് ഉണ്ടല്ലോ, എത്രയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് പുതിയ ഡിസൈൻ നോക്കിയാലും ബാർബി കേക്കിൽ അവസാനം ചെയ്ത് വരുമ്പോഴേക്കും റിപ്പീറ്റഡ് ഡിസൈൻ ആയിട്ടുള്ള റോസെറ്റ് ആയിരിക്കും വരുന്നത്. ഒന്നില്ലെങ്കിൽ സെയിം കളറിൽ പോകും, അല്ലെങ്കിൽ ഒരു ഓംബ്രേ ഡിസൈനിൽ റോസെറ്റ് വരയ്ക്കും. ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ ബാർബി കേക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ എന്നോട് പറഞ്ഞു അവർക്ക് ഒരുപാട് ക്രീമൊന്നും അവരുടെ കേക്കിൽ വേണ്ട, വളരെ മിനിമം ആയിട്ട് ക്രീം മതി, ഒരുപാട് ക്രീം അവർക്ക് വേണ്ടാന്ന്. അതുപോലെ തന്നെ മധുരം അവർ കുറച്ച് മതി എന്ന് പറഞ്ഞു. അങ്ങനെ തലേന്ന് തന്നെ ക്രം കോട്ട് ചെയ്ത കേക്ക് പിറ്റേ ദിവസം വൈകുന്നേരം ഡെലിവറി സമയത്ത് ഒരു 2 മണിക്കൂർ മുന്നെയാണ് ഞാൻ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്തത്. അങ്ങനെ ആദ്യത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ വൈറ്റിലാണ് കേക്ക് കവർ ചെയ്തത് കേട്ടോ. സ്പാച്ചിൽ എടുത്തിട്ട് ഓരോ വരകൾ താഴെ നിന്ന് മുകളിലേക്കായിട്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് ക്രീം പിങ്ക് കളറിൽ കൊടുത്തതിന് ശേഷം ഓരോ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടി എടുത്തു. പക്ഷേ ഉണ്ടല്ലോ, ആ ഡിസൈൻ ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു മെനയില്ലല്ലോ സജി ഈ ഡിസൈൻ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, മുറിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പിങ്ക് കളർ കൊടുത്തിട്ട് ആ ഷെയ്ഡ് അങ്ങോട്ട് മാറ്റി. അങ്ങനെ ഇപ്പം നമ്മുടെ കേക്ക് ഇരിക്കുന്ന കളർ കണ്ടില്ലേ, ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡ്. അതിനുശേഷം ആദ്യം വരച്ച സെയിം നോസിൽ തന്നെ എടുത്തിട്ട് താഴെ ഒരു ബോർഡർ പോലെ വരച്ചു കൊടുത്തു. ഇപ്പം എനിക്ക് കേക്ക് കണ്ടപ്പോൾ കൊള്ളാമല്ലോ സംഭവം എന്ന് തോന്നി. അങ്ങനെ ബാക്കി വന്ന പിങ്ക് കളർ ക്രീം എടുത്തിട്ട് അടുത്ത ഫ്ലവർ വരയ്ക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫ്ലവർ വരച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു അപാകത തോന്നി, എന്തോ ഒരു തൃപ്തിക്കുറവും ഒരു വൃത്തിയില്ലായ്മയൊക്കെ. അതെ, കേക്ക് കാണാൻ ഒരു ഭംഗിയില്ലല്ലോ എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും പിന്നെയും ഞാൻ ആ കോൺഫിഡൻസ് വിടാണ്ട് പിന്നെയും വരച്ചു. ഇല്ല, കേക്ക് കാണാൻ കൊള്ളത്തില്ല, ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടായിരുന്നു അടുത്തത്. അങ്ങനെ തല പുകച്ച് ആലോചിച്ചപ്പോഴേക്കും ഒരു ഡിസൈൻ അങ്ങോട്ട് കിട്ടി. എന്നാൽ പിന്നെ ആ ഡിസൈൻ അങ്ങോട്ട് കളയാതെ സ്ക്രാപ്പർ എടുത്ത് കളയാണ്ട് നേരെ സ്പാച്ചിൽ എടുത്തിട്ട് അങ്ങോട്ട് വടിച്ച് മുകളിലേക്ക് ആക്കി. അപ്പോൾ വീണ്ടും ഒരു ഷെയ്ഡ് വന്നപ്പോഴേക്കും എനിക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ഇഷ്ടമായി. പക്ഷേ എന്നിരുന്നാലും ഡിസൈൻ ചോയ്സസ് ഭയങ്കര പാടായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടു ഈ ഒരു കാര്യത്തിൽ. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കൺഫ്യൂഷൻ ഒരു കേക്കിൻ്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ബാർബി എടുത്ത് അങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ബാക്കി വന്ന പിങ്ക് ക്രീം എടുത്തിട്ട് ബോഡി പാർട്ടിൽ വെച്ച് കൊടുത്തു. പക്ഷേ എന്നിട്ടും എനിക്കൊരു ഹാപ്പിനെസ്സോ തൃപ്തിയില്ലായ്മയ്ക്ക് എന്തൊക്കെയോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഒന്ന് നോക്കിയപ്പോഴേക്കും ഇല്ല, എന്തോ ഒരു ഭംഗിക്കുറവുണ്ട്. അങ്ങനെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഒരു ലേസ് പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തൊട്ട് താഴെ, അതായത് ബാർബിയുടെ ബോഡിയുടെ തൊട്ട് താഴെയായിട്ട് ഞാൻ പ്ലേസ് ചെയ്തു. പക്ഷേ എന്നിട്ടും ഒരു ഭംഗിയില്ലായ്മ തോന്നി. നേരെ ഒരു സിലിക്കൺ മോൾഡ് എടുത്തിട്ട് കുറേ അധികം ഫ്ലവേഴ്സൊക്കെ ഞാൻ എടുത്ത് ചെയ്തു. അങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ട് ഞാൻ എടുത്ത് പിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് പിൻ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്കൊരു ഇഷ്ടം തോന്നി കേട്ടോ. കാരണം ഈ ഫ്ലവേഴ്സിൻ്റെ ഷെയ്ഡ് തന്നെ വൈറ്റ് ആൻഡ് പിങ്കിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഭംഗിയൊക്കെ തോന്നി. അതിന് ശേഷം ബാക്കി വന്ന ഫ്ലവേഴ്സ് എടുത്തിട്ട് ആ ലേസിൻ്റെ ബോർഡറിലായിട്ട് നടുക്കായിട്ട് ഞാൻ വെച്ച് കൊടുത്തു. അങ്ങനെ അതും പ്ലേസ് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ചും കൂടി അധികം ഫ്ലവേഴ്സ് ഞാൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ പ്ലേസ് ചെയ്തു. അതിനുശേഷം നോക്കിയപ്പോഴേക്കും കൊള്ളാം, സംഭവം ഇച്ചിരി ഭംഗിയും ക്യൂട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി അല്ല, കുറച്ച് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയേ. അങ്ങനെ അതിനുശേഷം ഞാൻ വിചാരിച്ചു ആ ബോഡിയിലുള്ള ക്രീം മാറ്റിയിട്ട് അവിടെ മൊത്തം ഫ്ലവേഴ്സ് വെച്ചാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറേ അധികം പിങ്ക് കളർ ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ട് ബോഡി ഫുള്ള് ഞാൻ അങ്ങോട്ട് കവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കവർ ചെയ്തതിന് ശേഷം തോന്നി എന്നാൽ പിന്നെ കുറച്ച് ബീഡ്സും കൂടി വെച്ചാലോ എന്ന്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പേൾസും കൂടി ഞാനുണ്ടല്ലോ കേക്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് തുടങ്ങി. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി കേക്ക് ഇപ്പം മൊത്തത്തിൽ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു ചേലൊക്കെ ആയിട്ടുണ്ട്. ഈ അധികം ഫ്ലവേഴ്സ് ഒന്നും വെക്കാണ്ടല്ല, അധികം എന്താ പറയുക ക്രീമൊന്നും ആഡ് ചെയ്യാണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്ലവേഴ്സേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ, അതായത് ഫ്രണ്ട് പോർഷനിൽ മാത്രം. ഇതാണ് മൊത്തത്തിൽ നമ്മുടെ ബാർബി കേക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ലുക്ക് ക്യൂട്ടൊക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു.